ഹലോ, സിന്ദൂര പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദു ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി നീലനെ നോക്കുവാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഇനിയും വയറുവേദന മാറിയില്ലേ? മതി, നിർത്ത്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ആ, ചോദിക്ക്. രാധികയെ കല്യാണം നടത്തി കൊടുത്ത് സത്യത്തിൽ അവളെ വീട് വിട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് ശരിക്കും സന്തോഷമുണ്ടോ? എന്താ ഇന്ദു ഇങ്ങനെ ചോദിക്കുന്നത്? അവളെൻ്റെ അമ്മാവൻ്റെ മകളല്ലേ. കുട്ടിക്കാലം തൊട്ടേ നീലൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞത് കേട്ട് അത് മനസ്സിലിട്ടുകൊണ്ട് എനിക്ക് പിന്നാലെ ഇങ്ങനെ നടക്കുവാണ്. എന്തിനാ ഇവളിങ്ങനെ വാശി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് തന്നെ അവളോട് ദേഷ്യം തോന്നാറുണ്ട്. പക്ഷേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇന്ദുവിൻ്റെ മുഖഭാവം തന്നെ മാറുവാണ്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത്? നീലൻ്റെ മനസ്സിലുണ്ടായിരുന്ന രാധികയെക്കുറിച്ചുള്ള ഭാഗം ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ചോദ്യം തെറ്റായിപ്പോയെന്ന് ഇന്ദുവിന് തോന്നുന്നുണ്ടായിരുന്നു. താനെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത്? അത് പെട്ടെന്നൊന്നുമില്ല നീലൻ ചേട്ടാ. അവള് അടുക്കളയിൽ വെച്ച് താഴെ വീഴാൻ പോയതും കൃത്യസമയത്ത് നിങ്ങൾ പോയി അവളെ പിടിച്ചതും നിങ്ങൾ രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും അതൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം തോന്നി. ഇന്ദു പല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ നീലൻ അപ്പോഴും അവളുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അമ്മാവൻ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ രാധികയുടെ കല്യാണം നടക്കുവാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കും. അത് കേട്ടതും നീലൻ്റെ മനസ്സിൽ രാധികയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇങ്ങനെയാണെന്ന് ഇന്ദുവിന് തോന്നുന്നുണ്ട്. എന്നാലും അവളുടെ കുശുമ്പോട് കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ വായ കൊണ്ട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ദു അതും പറഞ്ഞിട്ട് ചെറിയൊരു ദേഷ്യത്തോടെയാണ് അവിടെ നിന്നും പോകുന്നത്. നീലനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത്. എന്താ അവളിപ്പോൾ ചോദിച്ചത്? എന്തിനാ അവളിപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? ഇവൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോകുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അളിയനോട് ചോദിക്കുന്നതായിരിക്കും കറക്റ്റ്. അളിയനോട് തന്നെ വിളിച്ച് ചോദിക്കാം. ഡാ അളിയാ, എന്താടാ ഇങ്ങോട്ടൊന്ന് വാ. എന്താ വീണ്ടും നിനക്ക് വയറുവേദനിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് നേരത്തെ പറഞ്ഞ ജീരകത്തിന് വെള്ളം എടുത്തിട്ട് വരട്ടെ. അതും പറഞ്ഞ് ഓടാൻ പോകുമ്പോഴേക്കും നീലം പിടിച്ചു വെക്കാണ്. അയ്യോ, അതല്ല അളിയാ, അതല്ലേ പിന്നെന്താ? ഇപ്പോ ഇന്ദു ഒരു കാര്യം ചെയ്തടാ അളിയാ. ഇന്ദു ഒരു കാര്യം ചെയ്തുന്നോ? എന്താടാ അളിയാ ചെയ്തത്? ഡെക്ക് ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കുകയാണ്. എന്താ? അയ്യോ അളിയാ, അതല്ലടാ. അതല്ലേ പിന്നെന്താ? അത് ആ രാധികയില്ലേ, അവള് നേരത്തെ അടുക്കളയിൽ വെച്ചിട്ട് ചിരങ്ങ കണ്ടിട്ട് അവള് പാമ്പ് എന്ന് ശബ്ദം ഉണ്ടാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരി, പാമ്പിനെ കൊല്ലാന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. പെട്ടെന്ന് അവൾ അവിടെ വഴുതിയിട്ട് വീണു. ഞാനാണെങ്കിൽ അവൾ വീഴാതിരിക്കാൻ വേണ്ടി അവളെ മുറുകെ പിടിക്കുകയും ചെയ്തു. അത് കേട്ടതും ഡെക്ക് ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. അയ്യോ അളിയാ, ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ അവളവിടെ താഴെ വഴുതി വീണുമായിരുന്നു. ഓ ആഹാ, ഇപ്പോ അതിനെന്താ സംഭവിച്ചത്? ഇന്ദു അത് കണ്ടിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, രാധിക വേറെ കല്യാണം കഴിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതും അവൾ ദേഷ്യത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. ദേഷ്യത്തോടു കൂടിയോ? ഡെക്ക് അതിശയത്തോട് ചോദിക്കുകയാണ്. അത് കേട്ടതും ഡെക്കിൻ്റെ മുഖത്ത് ചെറുതായിട്ടൊരു ചിരി വരുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ അവൾ എന്നോട് അങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ചിരുന്നു. ഇതിൽ ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലായി. ഇപ്പോൾ വർക്കൗട്ട് ആവുന്നുണ്ട്. ഡെക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടുവാണ്. എടാ അളിയാ, ഇതിൻ്റെ പേരാണ് പൊസസീവ്. എന്ന് വെച്ചാൽ എന്താ? എടാ മണ്ട, പൊസസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നിന്നെ വിട്ടുകൊടുക്കാനുള്ള മടി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പ്രണയം പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിനകത്ത് ഒരു ചെറിയ പ്രണയമുണ്ട്. അത് കേട്ട സമയത്ത് നീലന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നീ അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? അയ്യയ്യോ, പിന്നെ അവൾക്ക് ദേഷ്യം വരാതിരിക്കോ? എടാ അളിയാ, നീ പറയുന്നത് ശരി തന്നെയാണോ? എന്താ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ടത്? ഇത്രയും വ്യക്തമായിട്ട് സംഭവിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ലേ? അയ്യോ, നീയാണ് എൻ്റെ സ്വന്തം അളിയെന്നൊക്കെ പറഞ്ഞിട്ട് ഡെക്കിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കിടക്കയിൽ അവിടെ തള്ളിയിട്ടിട്ടാണ് പോകുന്നത്. സന്തോഷത്തിൽ പോവുക എൻ്റെ ചെക്കൻ. സന്തോഷത്തിലാണ് പോകുന്നതെങ്കിലും അവൻ എന്തോ പറഞ്ഞിട്ടാണല്ലോ പോയത്. ഡാ അളിയാ, അവിടെ നിൽക്കടാ എന്നും പറഞ്ഞിട്ട് ഡെക്ക് പിന്നാലെ ഓടുന്നുണ്ട്. രാധികയാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി അവളുടെ ബെഡിൽ കിടക്കുകയാണ്. ആ സമയത്ത് നീലൻ അവളെ ആ വീഴാൻ പോകുമ്പോൾ പിടിച്ചാൽ അതൊരു അവർ ക്ലിപ്പായിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ പോലെ. അത് നോക്കിക്കൊണ്ട് അവളിങ്ങനെ അതിൽ തന്നെ നിൽക്കുകയാണ്. അയ്യോ, ജോഡി പൊരുത്തം എന്നൊക്കെ വെച്ചാൽ ഇതല്ലേ ജോഡി പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോ നോക്കിയിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. മമ്മൂട്ടിയെയും സുഹാസിനിയെയും പോലെ, മോഹൻലാലിനെയും ശോഭനയും പോലെ എന്തൊരു പൊരുത്താണ്. അയ്യോ, എനിക്ക് എൻ്റെ തന്നെ കണ്ണ് കൊള്ളുന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ ഫോണിൽ നോക്കിയിട്ട് അവർ രണ്ടുപേരുടെയും ഫോട്ടോയിലേക്ക് നോക്കി ഉമ്മ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്.
ആ ഫോട്ടോയിലാണെങ്കിൽ നീലൻ അവൾ വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാണ്. നിന്റെ ഈ ബുദ്ധിശാലിയായിട്ടുള്ള മൈൻഡ് ആരെ കൊണ്ടും തകർക്കാൻ സാധിക്കില്ല രാധിക. അയ്യോ എൻ്റെ തങ്കം എന്നൊക്കെ അവളെ തന്നെ പുകഴ്ത്തുന്നുണ്ട്. ഈ ഫോട്ടോ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടോ? നീലൻ ചേട്ടാ, നിങ്ങൾ എൻ്റേത് മാത്രമാണ്. രാധിക മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ആ ഫോൺ എടുത്തിട്ട് അവൾ ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. നീലൻ ചേട്ടാ, ഇനി കുറച്ചു നാൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് ആ ഫോട്ടോയുടെ ഭംഗി എത്ര തന്നെ ആസ്വദിച്ചിട്ടും മതിയാവുന്നില്ല. പക്ഷെ രാധികയുടെ ഉള്ളിൽ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്ദു ആണെങ്കിൽ മുറിയിൽ കൊണ്ടുവച്ച ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നീലൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം രണ്ടുപേർക്കും അറിയാം രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെന്ന്. പക്ഷെ രണ്ടുപേരും പുറത്തത് പറഞ്ഞതുമില്ല. അതുമാത്രമല്ല, നീലൻ വന്ന സമയത്ത് ഇന്ദു ഒന്നും പറയാതെ ഡ്രസ്സുകൾ മടക്കി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീലനാണെങ്കിൽ അവളുടെ ഉള്ളിൽ തന്നോടുള്ള പ്രണയം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒന്നും സംസാരിക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. ഇന്ദു ഇടം കണ്ടിട്ട് അതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവനെ ശ്രദ്ധിക്കാത്തതുപോലെയാണ് അവൾ ഇരിക്കുന്നത്. അവസാനം രണ്ടും കൽപ്പിച്ച് നീലൻ തന്നെ സംസാരിക്കാൻ തയ്യാറെടുത്തിട്ട് പോവാണ്. ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൾ കുശുമ്പോട് കൂടി മുഖം തിരിക്കുകയാണ്. വീണ്ടും നീലൻ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. തലേ താഴ്ത്തി ഇന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹായ് എന്ന് പറഞ്ഞെങ്കിലും ഇത്തവണ വീണ്ടും അവൾ തിരിഞ്ഞിരിക്കുകയാണ് അവന് മുഖം കൊടുക്കാതെ. അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ദു ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലല്ലോ. എന്നിട്ട് ടേബിളിൽ ഇരിക്കുന്ന പൂവിനോട് പറയാണ്, എങ്കിൽ പിന്നെ നിനക്കൊരു ഹായ്. നീലൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനനുസരിച്ച് അവന് മുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. അവസാനം നീലൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്നോട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത്? മുഖത്തേക്ക് പോലും നോക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ലല്ല ഇന്ദു, ഇതെന്താ ടീഷർട്ട് തിരിച്ചിടാതെ ഇതുപോലെ തന്നെ മടക്കി വെക്കുന്നത്? ഇന്ദു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അവനെ നോക്കുകയാണ്. അപ്പം അവൻ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, ടീഷർട്ടല്ലേ, അതെങ്ങനെ മടക്കിയാലും എന്താ അല്ലേ? തനിക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ മടക്കി വെച്ചാൽ മതി. ഒരുപക്ഷെ തനിക്ക് മടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഇടാൻ എടുക്കുമ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ ഇട്ടോളാം. സമ്മതിക്കുന്നു. അല്ല ഇന്ദു, ഇപ്പം എന്തിനിങ്ങനെ എന്നോട് മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഇപ്പോഴും ദേഷ്യത്തോടെയാണോ താനുള്ളത്? ദേഷ്യോ? ഇന്ദു അപ്പോഴേക്കും ചാടി എഴുന്നേക്കാണ്. എനിക്കെന്തിനാ ദേഷ്യം? ഞാൻ എപ്പോഴും ഉള്ളത് പോലെ തന്നെയല്ലേ ഉള്ളത്. നീലം പേടിച്ച് നിൽക്കുകയാണ്. അതുമല്ലാതെ ദേഷ്യപ്പെടാൻ ഞാനാരാ? സ്നേഹം പ്രകടിപ്പിക്കുന്നതാണെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണെങ്കിലും അത് അർഹതയുള്ളവരുടെ അടുത്ത് മാത്രമല്ലേ അത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്ദു എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ എനിക്കെന്താ അർഹതയുള്ളത് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറാൻ? അപ്പോൾ നീലനാണെങ്കിൽ എന്നിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ പൊട്ടനെ പോലെ ചോദിക്കുകയാണ്, ഇന്ദു, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? എന്നെ ആരാ വഴക്ക് പറയേണ്ടത്? എന്നെ വഴക്ക് പറയേണ്ട ആവശ്യം എന്താ? സത്യമായിട്ട് ഇന്ദു, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ലല്ലോ. ഇന്ദുവും പിറുറുക്കാണ്. നീലന് തല പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവൻ തല പിടിച്ചുകൊണ്ട് നാക്കാണ്. അപ്പൊ ഇന്ദുവും ദേഷ്യത്തോട് ചോദിക്കാണ്, എന്താ, എന്തെങ്കിലും വേണോ? ചൂടുവെള്ളം വേണോ? അതോ ചൂട് ചായ വേണോ? അതല്ലെങ്കിൽ ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊണ്ടുതരണോ? എന്തെങ്കിലും ഒന്ന് പറ. എങ്കിൽ എൻ്റെ കടമ ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് കിടന്നോളാം. ഇന്ദുവിൻ്റെ സംസാരം കേട്ടിട്ട് നീലനാകെ പേടിയാവാണ്. എനിക്കൊന്നും വേണ്ട. ഞാൻ ഇത്ര നേരം കഴിച്ചത് മൊത്തം വൊമിറ്റ് ചെയ്തിട്ട് തൊണ്ട എരിച്ചിലോട് കൂടി വന്നതാണ്. അതിനേക്കാളും വലിയ എരിച്ചിലോട് കൂടിയാണ് താൻ നിൽക്കുന്നത്. എന്താ, ഞാൻ എന്ത് എരിച്ചിലാണ് കാണിക്കുന്നത്? ഇന്ദു എന്തൊക്കെയോ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവൻ്റെ രാധികയോട് അങ്ങനെ പെരുമാറിയത് ഇന്ദുവിന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത്. എൻ്റെ കടമകൾ ഞാൻ നിർവഹിക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അതാണ് ഇന്ദു ഞാനും ചോദിക്കുന്നത്. സാധാരണയായിട്ട് താൻ ചിരിച്ചല്ലേ സംസാരിക്കാറുള്ളത്. ഇപ്പം എന്താ എന്തോ മീറ്റർ വെച്ച് അളന്ന് സംസാരിക്കുന്നത് പോലെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്? ഇന്ദുവിന് ദേഷ്യം അടക്കാനാവുന്നില്ല. നീലനെ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് അവൾക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പം നീല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ, അളിയൻ പറഞ്ഞതുപോലെ പൊസസീവ്നെസ്സാ. ഓ, അതുകൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്? മുള്ളു കൊണ്ട് തന്നെ എടുക്കുന്നത് പോലെ പാമ്പിനെ വെച്ചുകൊണ്ട് തന്നെ ഇത് ശരിയാക്കണം. താൻ തൻ്റെ ജോലി ചെയ്തോ? അപ്പോഴേക്കും ഇന്ദു ദേഷ്യത്തോടെ പോയിട്ട് അവൾ മടക്കി വെച്ച തുണിയൊക്കെ എടുത്തിട്ട് വാർഡ്രോബിൽ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് നീലൻ്റെ അഭിനയം തുടങ്ങുന്നത്. അയ്യോ, പാമ്പ് പാമ്പ് പാമ്പ്! അത് കേട്ടതും ഇന്ദു പേടിച്ച് വിറച്ച് കട്ടിലിൻ്റെ മുകളിലേക്ക് കയറുവാണ്. എവിടെയാ പാമ്പുള്ളത്? ഇന്ദു ബഹളം വെക്കാണ്. നീലനാണെങ്കിൽ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാ പാമ്പ് പാമ്പ് പാമ്പ്. ഇന്ദുവിന് നല്ല പേടി കിട്ടിയിട്ടുണ്ടെന്ന് നീലന് മനസ്സിലായി. അഥവാ മാക്സിമം യൂസ് ചെയ്യാണ്. വീണ്ടും വീണ്ടും ഇന്ദുവിൻ്റെ കാലിനടുത്തായിട്ടാണ് പാമ്പുള്ളത് എന്ന മട്ടിൽ അവളെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ കാണാതെ അവൻ ചിരിക്കാനും മറക്കുന്നില്ല. എന്നിട്ട് കട്ടിലിനടിയിലൊക്കെ നോക്കുകയാണ്. എവിടെയാ പാമ്പുള്ളത്? ഇന്ദു ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നീലനാണെങ്കിൽ പാമ്പിനെ തെരയുന്നത് പോലെ അഭിനയിക്കുകയാണ്. അവിടെ നിൽക്ക്, ഞാൻ ഈ കട്ടിലിൻ്റെ സൈഡിലൊന്ന് നോക്കട്ടെ, ഇവിടെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് നീലൻ നോക്കുന്ന സമയത്ത് ബെഡിലുണ്ടായിരുന്ന തുണികളൊക്കെ ചേർന്നിട്ട് ഇന്ദുവിൻ്റെ കാലിലാകെ വരിഞ്ഞ് മുറുകയാണ്. അപ്പോഴേക്കും അവൾക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ കാലിനിടയിലാണ് പാമ്പുള്ളതെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് അവൾ പേടിച്ച് തുള്ളാണ് അങ്ങോട്ടേക്ക് നോക്കാതെ. അപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട്, കാലിനടുത്താണോ?
അതും പറഞ്ഞ് അവൾ തൻ്റെ കാലിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു തുണി വലിച്ചെറിയാണ്. അത് ദൂരേക്ക് പോയത് ഇന്ദു പേടിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബെഡിൽ നിന്ന്. നേരെ അവൾ പോയിട്ട് നീലനെ കെട്ടിപ്പിടിക്കുകയാണ്. നീലനാണെങ്കിൽ അവൾ വലിച്ചെറിഞ്ഞ തുണി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അതിനകത്ത് ഇനി പാമ്പുണ്ടോ എന്നൊരു സംശയത്തിൽ. പക്ഷെ നീലൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇന്ദു പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അവൻ സത്യം പറഞ്ഞാൽ വേറൊരു ലോകത്തെത്തിയ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഇന്ദു ആണെങ്കിൽ വേറൊന്നും ചിന്തിക്കുന്നില്ല, പാമ്പുണ്ട് എന്നുള്ള ചിന്തയിൽ നീലനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നീലനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൈകൾ ദൈവത്തിന് നേരെ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ഇന്ദുവിനെ അവനും മുറുക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീലൻ അവളെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അവൾക്ക് ശരിക്കും സ്ഥലകാല ബോധം ഉണ്ടായത്. പെട്ടെന്ന് അവനെ തട്ടി എറിഞ്ഞിട്ട് ദേഷ്യത്തോട് അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പാമ്പിട്ടെന്ന് വെറുതെ കള്ളം പറഞ്ഞത്? ഇപ്പം താൻ പേടിച്ചില്ലേ? അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ദുവിന് കാര്യം മനസ്സിലായില്ല. അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് നീലൻ അവൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ആ രാധികയും പാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചത്. സത്യമായിട്ടും പാമ്പാണെന്ന് കരുതിയിട്ട് ഞാനും അവളെ രക്ഷിക്കാനാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ആ പെണ്ണാണെങ്കിൽ പേടി കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇന്ദുവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നീലൻ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവൾക്കും അത് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീലൻ അതിനുപരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സത്യമായിട്ടും അവളെ രക്ഷിക്കണമെന്നൊരു മനസ്സിൻ്റെ നിശ്ചയം കൊണ്ട് മാത്രം അങ്ങോട്ട് പോയെന്നല്ലാതെ എൻ്റെ മനസ്സിൽ അവളോട് വേറൊരു തരത്തിലുള്ള മോഹം ഉണ്ടായിട്ടില്ല. ഇന്ദുവിന് വളരെ നിസ്സാരമായിട്ടാണ് നീലൻ ആ കാര്യം അവതരിപ്പിച്ചു കൊടുത്തത്. രാധികയ്ക്ക് മറ്റൊരു കല്യാണം നടക്കരുത്, അവൾ ഈ വീട് വിട്ടു പോവരുത് എന്നൊന്നും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇല്ല ഇന്ദു. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഇതുവരെ മുൻകൈ എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അത് സത്യം തന്നെയാണ്. ഇനിമേൽ ഞാൻ രാധികയിൽ നിന്ന് ഒരു 4 അടി ഡിസ്റ്റൻസ് ഇട്ടിട്ട് നടന്നോളാം. അത് മതിയോ? ഇന്ദു ഇങ്ങനെ ചിരി വരുന്നത് കൊണ്ട് നീലനെ നോക്കുന്നുണ്ട്. അപ്പം നീലൻ വീണ്ടും പറയാണ്, പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ബഹളം വെച്ചാൽ അത് കല്യാണപ്രായത്തിയ പെണ്ണാണോ അതോ വയസ്സായ ആളാണോ എന്നൊന്നും നോക്കില്ല, ഞാൻ രക്ഷിക്കാൻ വേണ്ടി പോവും, അത്രേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ഇന്ദു ഒരു ചിരി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കത് നീലൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റിയില്ല. അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നീലന് സമാധാനമായത്. ഹമ്പോ, ചിരിച്ചല്ലോ, സമാധാനായി. പെണ്ണിനേക്കാളും വലുത് സമാധാനമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ദു ചോദിക്കുകയാണ്, അല്ല അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? ഇപ്പം ചിരിച്ചില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നീട് ഇന്ദു ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ മുതൽ 1008 ടെൻഷനും വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് രാത്രിയുള്ള ഉറക്കത്തിലെങ്കിലും മറ്റുള്ള ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. ഇപ്പോൾ തൻ്റെ മനസ്സിൽ ചെറിയൊരു സമാധാനമുണ്ടോ? അത് കേട്ടപ്പോൾ ഇന്ദു നാണത്തോടു കൂടി തല താഴ്ത്തിയിട്ട് സമ്മതം അറിയിക്കുകയാണ്. ഇനി ഉറങ്ങാം. രണ്ടുപേരും കൂടി സമ്മതിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ രണ്ടാളും 2 ഭാഗത്ത് മുഖം വെച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാവാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി കിടക്കുകയാണ്. ആ ഒരു പുഞ്ചിരി രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു. ഇന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന നീലൻ പറഞ്ഞ വാക്കുകളാണ്, പാമ്പ് എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് കഴിഞ്ഞാൽ കല്യാണപ്രായത്തെ പെണ്ണാണെങ്കിലും വയസ്സായ ആളാണെങ്കിലും ഞാൻ പോവും ഇന്ദു. അത് ഓർത്തപ്പോൾ അവൾക്ക് ചിരി വരികയാണ്. അങ്ങനെ ഇന്ദു തിരിഞ്ഞു കിടക്കുന്ന സമയം തന്നെയാണ് നീലനും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ അവസ്ഥയിലായിപ്പോയി. പക്ഷേ ഇത്തവണ രണ്ടുപേരും ദേഷ്യം പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം രണ്ടാളും വീണ്ടും 2 ഭാഗത്തായിട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. സൗപർണിക മുറിയിലാണ് ഉണ്ടായിരുന്നത്. അവളുടെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം വന്ന് ഫോൺ അവിടെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴേക്കും തൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശാലിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ ഫോൺ എടുക്കുന്ന സമയത്ത് സൗപർണിക ചോദിക്കുകയാണ്, ഡി ശാലിനി, രാത്രി എന്താ ഫുഡ്? എപ്പോഴും ഉള്ളതുപോലെ ചോറ് തന്നെ. അയ്യോ, കറി എന്താണെന്ന് ചോദിച്ചത്. എന്തെങ്കിലും ഹെവി ആയിട്ട് ചിക്കനോ മറ്റോ ഉണ്ടോ? അതെ, ഇപ്പം നീ പോയിട്ട് ചിക്കൻ കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, അമ്മ ഇപ്പം തന്നെ ഉണ്ടാക്കി തരും. രാവിലെ എണീറ്റ് അമ്മയോട് ചോദിച്ചു നോക്ക്. ഡീ, ശബ്ദം ഉണ്ടാക്കാതെ എന്താ ഉള്ളതെന്ന് പറ. ഉച്ചക്ക് വെച്ച സാമ്പാറും രസവും ഉണ്ട്. അയ്യോ, എനിക്ക് ഭക്ഷണം വേണ്ട, അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഡീ, നിനക്കും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും വേണ്ട, നീ വാതിലടച്ചിട്ട് പോവാൻ നോക്ക്. ശാലിനി വാതിലടച്ച് പോയപ്പോൾ സൗപർണികയാണെങ്കിൽ ബെഡിൽ കയറി കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് ശ്യാം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവൻ നോക്കുമ്പോൾ സൗപർണിക നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ വിളിക്കുന്നുണ്ട്, സൗപർണിക. അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ഉറങ്ങുകയാണെന്ന് കാണുന്നില്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ സൗപർണിക എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ ജോലി കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത്. അപ്പോഴാണ് ശാലിനി എന്നോട് പറഞ്ഞത് നീ ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ബിരിയാണി വാങ്ങിയിട്ട് വന്നത്. അത് കേട്ടപ്പോൾ സൗപർണിക വേഗം ചാടി എഴുന്നേക്കാണ്. ഇങ്ങത്താ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പ്ലേറ്റിലിട്ട് തരാം. അതൊന്നും സാരമില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ബോക്സിനോട് തന്നെ അവൾ തുറന്ന് കഴിക്കുകയാണ്. ശ്യാമാണെങ്കിൽ അവൾ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കണേ ചോദിക്കുന്നുണ്ട്, സോസ് ഉണ്ടോ? ആ, നിനക്ക് ഇഷ്ടമുള്ളത് കാരണം ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടാണ് വന്നത്. ടൊമാറ്റോ സോസ് അല്ലേ? ആ, അതെ. ശ്യാം അത് പൊട്ടിച്ച് അവൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അവൾ ചെറിയൊരു പ്രണയത്തോടു കൂടി അവനെ നോക്കുന്നുണ്ട്. കാരണം അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിട്ടാണ് ശ്യാം പെരുമാറുന്നത്. അവൾ ആർത്തിയോടുകൂടി കഴിക്കുകയാണ്. പെട്ടെന്ന് ശ്യാം ചോദിക്കുന്നുണ്ട്, സൗപർണിക, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഓ, ഭക്ഷണം വാങ്ങിച്ചത് കൊണ്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ചോദിക്ക്. അല്ല, എന്തിനാ പെട്ടെന്ന് ഫോൺ നമ്പർ മാറ്റാൻ വേണ്ടി വേറെ സിം കാർഡിന് ചോദിച്ചത്?
അത് കേട്ട സമയത്ത് സൗപർണിക മെല്ലെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കുകയാണ്. അവളുടെ കണ്ണുകളിലൊരു ഭയം ഉണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ പഴയ നമ്പർ തൻ്റെ കയ്യിൽ ഒരു 10 വർഷത്തിന് മുകളിൽ ഉണ്ടായതാണല്ലോ. അതുപോലും നിന്റെ ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങി തന്നതായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗപർണിക ഒന്നും പറയാതെ തലതാഴ്ത്തുവാണ്. സൗപർണിക മറുപടി ഒന്നും പറയാതെ വീണ്ടും ഭക്ഷണം വേണോ വേണ്ടോ എന്ന് ചൊല്ലി കഴിക്കുകയാണ്. അപ്പോൾ ശ്യാമ് പറയുന്നുണ്ട്, അതല്ല, പെൺകുട്ടികൾ ഫോൺ നമ്പർ മാറ്റുകയാണെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് പേടിച്ച് പോലെയാണ് ശ്യാമ ചോദിക്കുന്നത്. ആ സമയം തന്നെ സൗപർണികയുടെ മനസ്സിലേക്ക് വന്നത് ദേവൻ അവളെ തട്ടിക്കൊണ്ടു പോയതും അവളെ മയക്കിയിട്ട് അവളെ പീഡിപ്പിച്ചതും പിന്നീട് അവൾ പ്രഗ്നൻ്റ് ആയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് ഓരോ തവണയും വിളിച്ചിട്ട് ദേവൻ അവളോട് പണത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയതൊക്കെ അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. എന്നാലും വിട്ടുകൊടുക്കാൻ സൗപർണിക തയ്യാറല്ല. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ പെൺകുട്ടികളുടെ മനസ്സ് പഠിച്ചതുപോലെയാണല്ലോ സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാ പെട്ടെന്ന് താൻ നമ്പർ മാറ്റിയത്? അത് ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ. ഈ സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് ബ്രോക്കറുടെ കയ്യിൽ നമ്പർ കൊടുത്തതിന് ശേഷം സമയം പോലും നോക്കാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞതാണെന്ന് അറിയാമോ? വീട് കിട്ടി, സ്ഥലം കിട്ടി, വീട് വെച്ചു എന്നൊക്കെ. അത്രേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ മറ്റൊന്നുമില്ല. ശരി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്യാമ വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, റൈസ് നല്ലതാണോ? നല്ലതാണ്, എങ്കിൽ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് സൗപർണികയോട് കഴിക്കാൻ പറയാണ്. പക്ഷെ ആ സമയത്ത് ശ്യാമിൻ്റെ മുഖഭാവം മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗപർണികയാണെങ്കിലും ഒളികണ്ണിട്ടിട്ട് ശ്യാമിനെ നോക്കുന്നുണ്ട്, അവനെന്തെങ്കിലും സംശയം വന്നോ എന്നൊരു രീതിയിൽ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടു കൂടി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.